നമസ്കാരം. രാഹുൽ ഗാന്ധി വീരമൃത്യു വരിച്ച അഗ്നിവീരന്റെ കുടുംബത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകിയില്ല എന്ന ആരോപണം പാർലമെന്റിൽ ഉന്നയിച്ചതും അതിനെ പ്രതിരോധ മന്ത്രി തിരുത്തിയതും തുടർന്ന് രാഹുൽ ഗാന്ധി രക്തസാക്ഷിയുടെ പിതാവ് തന്നെ തങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒന്നും തന്നില്ലെന്ന് പറയുന്ന വീഡിയോ പങ്കുവച്ചതും തുടർന്ന് മണിക്കൂറുകൾക്കകം കരസേന എക്സിൽ അതിന് മറുപടി നൽകിയതുമൊക്കെ നാം കണ്ടതാണല്ലോ. കൊടുത്തെന്നും കൊടുത്തില്ലെന്നും പരസ്പരം ഉന്നയിച്ച വാദമുഖങ്ങളിൽ എന്താണ് യഥാർത്ഥ വസ്തുത എന്നാണ് നാം ഇവിടെ പരിശോധിക്കുന്നത്. नमस्कार. संसद में अपने भाषण में मैंने कहा सत्य की रक्षा हर धर्म का फाउंडेशन है. जवाब में राजनाथ सिंह जी ने शिवजी की फोटो के सामने पूरे हिंदुस्तान को, देश की सेना को और अग्निवीरों को कॉम्पनसेशन के बारे में झूठ बोला. मैंने अपने भाषण में कहा था मेरी बात मत सुनिए, उनकी बात भी मत सुनिए, अग्निवीर के परिवारों की बात सुनिए. कोई सहूलत नहीं मिली ना सेंट्रल गवर्नमेंट, पंजाब सरकार ने दी हमें, चलो जो भी है मनता हक, तो सेंट्रल गवर्नमेंट ने कुछ नहीं दिया हमें. बोलते आएंगे पैसे, इलेक्शन आ रहा है, वो आ रहा है, ना जाने कब आएगा. शहीद अजय सिंह जी के पिता ने मेरे और रक्षा मंत्री के भाषण सुनने के बाद ये बयान दिया है. जो राजनाथ ने कल बयान दिता कि 1 करोड़ रुपए का शहीद के परिवार को भेज चुके हैं, सानू कोई मैसेज नहीं, ना कोई पैसा आया हाल तक. राहुल गांधी बहुत आवाज उठा रहा, सदन दे बैठा दामा कर रहा भी शहीदों के परिवारों को इन्हां दी बनदी जो सहूलत मिलनी चाहिए, अग्निवीर योजना बंद होनी चाहिए, रेगुलर भर्ती होनी चाहिए. रक्षा मंत्री जी ने संसद में शहीद अजय सिंह जी के परिवार से, अग्निवीरों से, सेना से और देश के युवाओं से झूठ बोला है. रक्षा मंत्री जी, आप इन सब से माफी मांगिए. डरो मत, डराओ मत, सत्यमेव जयते. ജമ്മു കശ്മീരിൽ ജനുവരി 18 കുഴിബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട അഗ്നിവീരൻ അജയ് കുമാറിന് സർക്കാർ നൽകിയ ഇൻഷുറൻസ് തുക അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സർക്കാർ നൽകിയ പണത്തിന്റെ ഭാഗമാണെന്ന് അവകാശപ്പെടാൻ സർക്കാർ ശ്രമിച്ചോ എന്നാണ് നാം ആദ്യം പരിശോധിക്കുന്നത്. ജൂലൈ 1 ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ പ്രസംഗത്തിൽ സായുധ സേനയിലെ റിക്രൂട്ട്മെന്റിനായുള്ള അഗ്നിപഥ് പദ്ധതിയെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് ഒരു സ്ഥിരം സൈനികനെയും താൽക്കാലികമായി റിക്രൂട്ട് ചെയ്യുന്നവരെയും വളരെ വ്യത്യസ്തമാക്കുന്ന യൂസ് ആൻഡ് ത്രോ പദ്ധതി എന്നാണ്. രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തെറ്റാണെന്നും ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന അഗ്നിവീർ സൈനികരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രസംഗത്തിൽ ഇടപെട്ട് വ്യക്തമാക്കി. എന്നാൽ ഇത് സിംഗിന്റെ അഭിപ്രായമാണെന്നും അഗ്നിവീരന്മാർക്ക് എന്താണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് അറിയാമെന്നും രാഹുൽ ഗാന്ധി അപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞു. ജൂലൈ 3 രാഹുൽ ഗാന്ധി എക്സിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. അതിൽ പ്രതിരോധ മന്ത്രി ഈ നഷ്ടപരിഹാരത്തെക്കുറിച്ച് കള്ളം പറഞ്ഞതായി ആരോപിച്ചു. പഞ്ചാബ് സർക്കാർ കുടുംബത്തിന് പണം നൽകിയപ്പോൾ കേന്ദ്ര സർക്കാർ ഒന്നും നൽകിയില്ല എന്ന് അജയ് കുമാറിന്റെ പിതാവ് രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതിന്റെ ക്ലിപ്പ് വീഡിയോയിൽ കാണിച്ചു. ലോക്സഭയിൽ രാജ്നാഥ് സിംഗിന്റെ നഷ്ടപരിഹാര വാദത്തോട് കുമാറിന്റെ പിതാവ് പ്രതികരിക്കുന്നതും വീഡിയോയിൽ കാണാം. അദ്ദേഹം പറയുന്നു, ഞങ്ങൾക്ക് ഒരു സന്ദേശമോ പണമോ ലഭിച്ചിട്ടില്ല. എന്നാൽ മണിക്കൂറുകൾക്കകം അതേ ദിവസം തന്നെ ഇന്ത്യൻ സൈന്യം എക്സിൽ പോസ്റ്റ് ചെയ്തു. കുടിശ്ശികയുള്ള മൊത്തം തുകയിൽ അഗ്നിവീർ അജയന്റെ കുടുംബത്തിന് ഇതിനകം 98.39 ലക്ഷം രൂപ നൽകിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അഗ്നിവീർ സ്കീമിന്റെ വ്യവസ്ഥകൾ അനുസരിച്ച് ബാധകമായ ഏകദേശം 67 ലക്ഷം രൂപ ഗ്രേഷ്യയും മറ്റ് ആനുകൂല്യങ്ങളും പോലീസ് പരിശോധനയ്ക്ക് ശേഷം ഉടൻ തന്നെ അന്തിമ അക്കൗണ്ട് സെറ്റിൽമെന്റിൽ നൽകും എന്നാണ് അതിൽ വ്യക്തമാക്കിയിരുന്നത്. മൊത്തം തുക ഏകദേശം 1.65 കോടി രൂപ വരും എന്നൊക്കെയാണ് ആർമിയുടെ പോസ്റ്റിൽ വ്യക്തമാക്കിയത്. ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റിൽ ഇൻഷുറൻസ് എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. അഗ്നിവീറിന്റെ കുടുംബത്തിന് നൽകിയ പണം ഇൻഷുറൻസ് ആണെന്നും ഔദ്യോഗിക നഷ്ടപരിഹാരമല്ലെന്നും ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ ഇതിനകം രംഗത്ത് വന്നിട്ടുണ്ട്. ആർമി വെറ്ററൻ കേണൽ അമിത് കുമാർ എക്സിൽ പോസ്റ്റ് ചെയ്തത് പണം സർക്കാർ നൽകിയെന്ന് അവകാശപ്പെടുന്നത് ശരിയല്ല എന്നാണ്. രാജ്നാഥ് സിംഗ് അഗ്നിവീറിന് സർക്കാർ 1 കോടി രൂപ നൽകുന്നുവെന്ന് വ്യക്തമായി പറഞ്ഞപ്പോൾ ഇൻഷുറൻസ് തുക മാത്രം 48 ലക്ഷം രൂപയാണ്. ഈ പണം അവാർഡ് അല്ലെങ്കിൽ റിവാർഡ് എന്ന ലേബൽ ചെയ്യാൻ കഴിയില്ല. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് അവാർഡ്, റിവാർഡ് എന്നിവ. കേണൽ കുമാർ തന്റെ പോസ്റ്റിലൂടെ ലോക്സഭയിൽ
രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അഗ്നിവീറുകൾ നേരിടുന്ന വിവേചനത്തെക്കുറിച്ച് രാഹുൽ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളെ ന്യായീകരിച്ച് ഇപ്പോൾ ശിപായിയുടെയും അഗ്നിവീറിന്റെയും ശമ്പളം ഒരേ ജോലിയുമായി താരതമ്യം ചെയ്യണമെന്നും അപ്പോൾ ഉത്തരം കിട്ടുമെന്നും റിട്ടയർഡ് കേണൽ വ്യക്തമാക്കുന്നുണ്ട്. തുല്യ ജോലിയാണെങ്കിലും തുല്യ വേതനം ലഭിക്കുന്നില്ല, പ്രത്യേകിച്ചും അപകട സാധ്യത ഒന്നു തന്നെയാണെങ്കിൽ എന്നുകൂടി തന്റെ പോസ്റ്റിൽ അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ചാർട്ട് പ്രകാരം ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന സ്ഥിരം സൈനികരെയും അഗ്നിവീരരെയും അടയാളപ്പെടുത്തുന്നതിൽ പ്രധാന വ്യത്യാസങ്ങൾ തുടരുന്നുവെന്ന് സ്ഥാപിക്കാൻ കേണൽ കുമാർ ശ്രമിക്കുന്നുണ്ട്. രണ്ടു കൂട്ടർക്കും മരണ ഇൻഷുറൻസ് ആനുകൂല്യവും മരണാനന്തരം 1 കോടിയോളം രൂപയുടെ എക്സ്ഗ്രേഷ്യയും ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു സ്ഥിരം സൈനികന്റെ കുടുംബത്തിന് ആജീവനാന്ത പെൻഷനും മെഡിക്കൽ സൗകര്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നതാണ് പ്രധാന വ്യത്യാസം. അഗ്നിവീർ സൈനികരുടെ കുടുംബങ്ങൾക്ക് അതുൾപ്പെടെ ഗ്രാറ്റുവിറ്റികൾ പോലുള്ള ധനസഹായവും ലഭിക്കില്ലെന്നും കേണൽ സ്ഥാപിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയ ചന്ദ്രൂസ് വെബ് ഗ്രൂപ്പ് ഇൻഷുറൻസിനായി 50 ലക്ഷം രൂപ SBI നൽകുന്നുണ്ടെന്നും ഇത് എല്ലാ SBI ഗവൺമെന്റ് സാലറി അക്കൗണ്ട് ഉടമകൾക്കും നൽകേണ്ട തുകയാണെന്നും എക്സിൽ എഴുതി. മറ്റ് 48 ലക്ഷം രൂപ ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസിൽ നിന്നുള്ളതാണെന്നും അവർ പറഞ്ഞു. 90 ലക്ഷം രൂപ സർക്കാർ ഇൻഷുറൻസും ബാങ്ക് ഇൻഷുറൻസ് പരിരക്ഷയുമാണെന്ന് കണ്ടപ്പോൾ വെറും 39,000 രൂപ മാത്രമാണ് സൈന്യം നൽകിയതെന്നാണ് മനസ്സിലാകുന്നത് എന്ന് ചന്ദ്രൂസ് വെബ് ഗ്രൂപ്പ് വ്യക്തമാക്കി. കൂടാതെ 44 ലക്ഷം രൂപയും കരസേനാ ക്ഷേമനിധിയിൽ നിന്ന് ലഭിക്കാനുള്ള 8 ലക്ഷം രൂപയും സൈനികന്റെ കുടുംബത്തിന് നൽകാനുണ്ട്. മരിച്ച അഗ്നിവീറിന്റെ സേവനം പൂർത്തിയാകുന്നത് വരെയുള്ള ശമ്പളം 13 ലക്ഷം രൂപയായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇതും സംഭാവനയായ സേവാനിധി ഫണ്ടിൽ നിന്നുള്ള 2.3 ലക്ഷം രൂപയും ഇനിയും സൈന്യം നൽകാനുണ്ട്. ഇതൊക്കെ പരിശോധിക്കുമ്പോൾ അഗ്നിവീരന്റെ കുടുംബത്തിന് സർക്കാർ 1 കോടി നൽകിയെന്ന അവകാശവാദം നിലനിൽക്കില്ല. കുടുംബത്തിന് തുക ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഏതാണ്ട് പൂർണ്ണമായും ഇൻഷുറൻസ് പരിരക്ഷയാണ്. കൊടുക്കാനുള്ള തുക കൊടുത്തെന്ന് ലോക്സഭയിൽ ഉത്തരവാദപ്പെട്ട പ്രതിരോധ മന്ത്രി പറഞ്ഞത് കളവാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ശരിയെന്നുമാണ് ഇതിൽ നിന്നൊക്കെ തെളിയുന്നത്. പ്രതിരോധ മന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണം എന്ന രാഹുൽ ഗാന്ധിയുടെ ആവശ്യം സ്വീകരിക്കാനുള്ള മര്യാദ രാജ്നാഥ് സിംഗും വീണ്ടും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ച കരസേന അധികൃതരും കാണിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.